ഇന്ന് നമ്മൾ ബെഡ്റൂം മേക്ക് ഓവർ സീരീസിലെ 4ാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ വൈറ്റ് കളർ, ക്രീം കളർ, പിങ്ക് കളർ, ഇപ്പോൾ ഗ്രീൻ കളർ ബെഡ്റൂം മേക്ക് ഓവറാണ് ഷെയർ ചെയ്യണത്. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ വന്നിരുന്നു പിങ്ക് കളർ എനിക്കിഷ്ടമാണ്, പക്ഷേ കൂടുതൽ ഇഷ്ടം ഗ്രീൻ കളറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഗ്രീൻ മേക്ക് ഓവർ ആവാം. അങ്ങനെ നമ്മളിത് ബെഡ്ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു പിസ്ത ഗ്രീൻ കളർ ബെഡ്ഷീറ്റാണ്. ബെഡ്ഷീറ്റൊക്കെ വിരിക്കുമ്പോൾ നമ്മൾ പില്ലോ വെച്ചിട്ട് അങ്ങനെ വെച്ചാൽ മതി. കുറച്ചുകൂടി ഭംഗി കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുഷ്യൻസ് വെക്കാം. കുഷ്യൻസിന് നമ്മൾ 3 അളവിലാണ് സാധാരണ വരാറുള്ളത്. 12 ഇഞ്ചിൻ്റെ സ്ക്വയർ, 16 ഇഞ്ചിൻ്റെ സ്ക്വയർ, 24 ഇഞ്ചിൻ്റെ സ്ക്വയർ. അപ്പം ഞാനിപ്പോൾ ഈ ഷെയർ ചെയ്യുന്നത് 16 ഇഞ്ചിൻ്റെ സ്ക്വയർ കുഷ്യനാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ കുഷ്യൻ കവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കളർ കുഷ്യൻ കവേഴ്സാണ്. അപ്പം നമുക്ക് 2 or 3 കുഷ്യൻ ഇങ്ങനെ വെക്കാം, 2 ആയാലും മതി. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോൾ റൂമിൽ കുറച്ചും കൂടി ഒരു ഭംഗി തോന്നും. കേർട്ടൻസ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഗോൾഡൻ കളർ കേർട്ടനാണ്. നമ്മൾ ഇതിന് മാച്ചിങ് ആയിട്ടല്ല ഉണ്ടായിരുന്ന കേർട്ടൻ അങ്ങനെ വെച്ചു. ഈ കലണ്ടർ ഞാൻ മുൻപ് മേടിച്ചിരുന്നത്, ഇപ്പോൾ ഞാനതിനെ മേടിക്കാറില്ല. ഇതിൽ നല്ല ഭംഗിയുള്ള പിക്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് വിലയുണ്ട്, കലണ്ടർ ആയതുകൊണ്ട് ഇത്രയും വില കൊടുത്ത് മേടിക്കണേന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ 2 വർഷം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലുള്ള പിക്ചേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാം. അത്രയും രസമുണ്ടായാലും ഓരോ പിക്ചേഴ്സും. ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ ഇതുപോലെ ഗ്ലാസ്സുമ്പോൾ ഞാൻ കാർഡ്ബോർഡിൽ ഈ ഇലകളുടെ ഡിസൈനൊക്കെ വരച്ചിട്ട് ഒരു ചെടിച്ചട്ടി പോലെ വരച്ചിട്ട് ഗ്ലാസ്സുമേക്ക് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ സ്റ്റേഷനറി ഐറ്റംസൊക്കെ അതിൽ വെക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ വേറെയും ഡിസൈൻസിലൊക്കെ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ടേബിളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തീമിന് മാച്ചിങ് ആയി. ചുമരിലുള്ള ഈ ഒരു ഫ്ലോട്ടിംഗ് ഷെൽഫിൽ എൻ്റെ മക്കൾ കുഞ്ഞിലെ വരച്ചിട്ടുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെയാണ്, അത് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മക്കൾ ചെറുതായിരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മേക്ക് ഓവറാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കണേ. പിന്നെ ഇതും നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ ഗ്ലാസിൻ്റെ മുൻഭാഗത്തായിട്ട് ഞാനിങ്ങനെ കാർഡ്ബോർഡിൽ പിക്ചേഴ്സൊക്കെ വരച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതും ഞാൻ എൻ്റെ മക്കളുടെ റൂമൊക്കെ മേക്ക് ഓവർ ചെയ്തപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഞാനത് ഇവിടെ ജസ്റ്റ് വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫ്ലോട്ടിംഗ് ഷെൽഫിൽ എന്തെങ്കിലുമൊക്കെ ഡെക്കോറൊക്കെ വെച്ചു. പിന്നെ സ്റ്റഡി ടേബിൾമേ പ്ലാനറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച ശേഷം ചെയർമേ ഒരു കുഷ്യനും കൂടി വെച്ച് കൊടുത്തു. ബെഡ് സൈഡ് ടേബിളിൽ ഞാൻ ബുക്സ് വായിച്ചിരുന്നു ആ സമയത്ത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ലാമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവിടെ സൈഡിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് അവരെടുത്തുകൊണ്ടൊക്കെ കൊല്ലെടുത്തും കൊണ്ട് ഇടും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ വെക്കാൻ ഈസി. അങ്ങനെ നമ്മുടെ ബെഡ്റൂം മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. നമ്മുടെ ഗ്രീൻ മേക്ക് ഓവർ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്കുകൾ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ലിങ്കുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും. പച്ച കളറുള്ള ബെഡ്ഷീറ്റിൻ്റെ പിക്ചറായിരിക്കും, അതിൻ്റെ താഴെ ഒരു ആരോ ഉണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ഉള്ളതിൻ്റെയൊക്കെ ലിങ്ക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയും ഇതുപോലത്തെ പല കളർ മേക്ക് ഓവേഴ്സ് വീഡിയോ നമ്മൾ വഴിയേ വരുന്നതായിരിക്കും.